എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. സംഭവം നിങ്ങളിൽ എല്ലാവർക്കും അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം, അറിയാത്തതായിട്ട് ചിലരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കാം. എന്നാൽ പോലും ഈ വിഷയത്തിൽ എനിക്ക് പറയാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് മുന്നിൽ വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് റീൽസൊക്കെ ഒരുപാട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും മീഡിയാസിന്റെ ഒരു ശല്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതുപോലും പിടിക്കാതെ നമ്മൾ തെറി പറഞ്ഞിട്ട് പോകുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഒരു നാറ്റം വെച്ച ഒരു പരനാറി, ആ ഒരു നാറിയുടെ ചാനലിന്റെയോ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓരോ സ്ത്രീജനങ്ങളും ഹൃദയശുദ്ധിയോടുകൂടി വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട് എത്തുന്നത്. അപ്പോൾ അങ്ങനെ എത്തുന്ന ആളുകളുടെ വീഡിയോസുകൾ, ഫോട്ടോയൊക്കെ എടുത്ത് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ചില നായിൻ്റെ മോന്മാരെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പല ആളുകളോടും എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു വീഡിയോയിൽ നമ്മുടെ വാക്കുകളൊക്കെ ചിലപ്പോൾ പരിധി വിട്ട് പോയേക്കാം. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. കൊച്ചുകുട്ടികൾ പരമാവധി കാണാതിരിക്കുന്നതാവും നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആദ്യം എത്തുന്ന ഒരു ആളുണ്ട്. നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ചിപ്പിയാണ്. പൊങ്കാല ചിപ്പി എന്ന് തന്നെയാണ് അവരെ അറിയപ്പെടുന്നത് പോലും. അത്രയധികം ആറ്റുകാൽ പൊങ്കാലയോട് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അവര്. അപ്പോ ചിപ്പിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഒട്ടനവധി സെലിബ്രിറ്റീസുകളൊക്കെ എല്ലാ വർഷവും വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ സെലിബ്രിറ്റികളൊക്കെ ഈ ഒരു പൊങ്കാല ചടങ്ങ് പങ്കെടുക്കുക എന്ന് പറയുന്നത്, എല്ലാവരും പങ്കെടുക്കുന്നു ഞാനും പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിൽ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് പല സെലിബ്രിറ്റികളും ആറ്റുകാലിൽ പൊങ്കാലയുടെ സമയത്ത് പൊങ്കാല ഇടാനായിട്ട് വരാറുണ്ട്. ശരിക്കും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്നു എന്ന് പറയുന്ന ആ ഒരു പുണ്യമായിട്ടുള്ള പ്രവൃത്തിയേക്കാളേറെ ചില ആളുകളെങ്കിലും ഈ സെലിബ്രിറ്റികളെ ഒരു നോക്ക് കാണാം എന്നുള്ള ധാരണയിലും പൊങ്കാല ഇടാനായിട്ട് പോവാറുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഇപ്പൊ 100% പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 3% പേരെങ്കിലും അങ്ങനെ വരുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ആ തവണയും ഇതുപോലെ ഓരോ സെലിബ്രിറ്റികളൊക്കെ വന്നിട്ട് പൊങ്കാല ഇടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അവരുടെ അടുത്തൊക്കെ പൊങ്കാലയെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നതും അവർ കൊടുക്കുന്ന ഉത്തരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ സർവ്വസാധാരണം തന്നെയാണ്. പക്ഷേ ഇത്തവണ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് ഒരു നാറ്റം വെച്ച പരനാറി, അവന്റെ ഏതോ അമ്മൂമ്മയുടെ ഒരു കുയിലാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ആ ഒരു കുയില് ചെയ്ത ഒരു തന്തയില്ലാത്തരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇങ്ങനെ തന്നെ പറയുക, ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. അതിനേക്കാൾ ഏറെ ഒരു എന്താ പറയുക, ഭഗവതി ഭക്ത കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയേ എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്ത്രീകള് സാരി ഉടുക്കുമ്പോൾ ശരീരഭാഗങ്ങള് പുറത്തേക്ക് കാണും. അത് നമ്മൾ എത്ര കെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാലും വയറിന്റെ ഭാഗം, ബ്രസ്റ്റിന്റെ ഭാഗമൊക്കെ ശകലമൊക്കെ പുറത്ത് കാണും. അപ്പോൾ ആ ഒരു കാണുന്ന ആ ഒരു കാഴ്ച മനഃപൂർവ്വം വന്നിട്ട് എക്സ്പോസ് ചെയ്ത് എടുക്കുക, എന്നിട്ട് അത് വിറ്റ് പണമാക്കുക. ഈ നായിന്റെ മോന്മാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്റെയൊക്കെ അമ്മയോ പെങ്ങന്മാരോ ഒക്കെ കുളിക്കുന്ന സമയത്ത് നീയൊക്കെ ബാത്റൂമിൽ കൊണ്ടുവന്ന് ആ ഒരു ക്യാമറ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നിനക്ക് അതിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. അത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ നിനക്കൊക്കെ നന്നായിട്ട് പണം സമ്പാദിക്കാം. അല്ലാതെ ഇത്രയും പവിത്രമായ ഒരു ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് സ്ത്രീകളുടെ ശരീരത്തിന്റെ മുഴുപ്പുള്ള ഭാഗങ്ങളെ എക്സ്പോസ് ചെയ്ത് എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നക്കുന്ന നിനക്കൊക്കെ നാണവും മാനവും ഉളുപ്പുമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ വളരെയധികം വേദനയുണ്ട്. അതായത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഈ ഒരു വീഡിയോ കൊച്ചുകുട്ടികളൊന്നും കാണാനായിട്ട് നിൽക്കരുത് എന്നുള്ള ആ ഒരു കാര്യം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അധപ്പതിക്കുന്നതിന്റെ അങ്ങേയറ്റമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എടോ, നിങ്ങളുടെ ശരീരഭാഗങ്ങൾ നിങ്ങൾ സ്വയം കാണിച്ച് നിങ്ങൾ കാശുണ്ടാക്കൂ. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. ഇവിടെ മെമ്പർഷിപ്പ് ലൈവ് വഴി പണം സമ്പാദിക്കുന്ന, പാവപ്പെട്ടവന്മാരെ ഊറ്റിപ്പിഴിഞ്ഞ് പണം സമ്പാദിച്ച് ഞമ്മടിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ കൂടെ ഒട്ടി നിന്ന് ഇതിനൊക്കെ ക്യാമറയും പിടിച്ച് ചൂടുവെള്ളവും തണുപ്പിച്ച് കുടിക്കാൻ കൊണ്ട് കൊടുത്ത് കൂടെ നിൽക്കുന്ന കോന്തന്മാരായിട്ടുള്ള, വെറും കിഴങ്ങന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരും ഉണ്ട്. ഭർത്താക്കന്മാർ എന്നിവന്മാർ പറയുന്നത് പോലും നാണക്കേടാണ്. ഭർത്താവ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ
തരത്തിലും ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ സ്വന്തം ശരീരമാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് കാണിച്ച് പണം ഉണ്ടാക്കുന്നത്. ഇത് താനൊക്കെ എന്താടോ കാണിക്കുന്നത്? താനൊക്കെ പൊങ്കാല പോലുള്ള അത്രയും പവിത്രമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നിടത്ത് ചെന്നിട്ട് സ്ത്രീകളുടെ ശരീരത്തിന്റെ അവിടെയും ഇവിടെയും ഒക്കെ സൂം ചെയ്തെടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് എത്തിക്കുക. നാണമുണ്ടോ നാറികളെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മനസ്സിൽ കരുതിയതാണ്. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴി കണ്ട സമയത്ത് തന്നെ. പക്ഷേ ആ ഒരു സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു, എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തെ ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സാലെ തീരുമാനമെടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ വരാനായിട്ട് കുറച്ചധികം താമസം എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അധികം അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള തിരക്കുകളും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനായിട്ടുള്ളത്. ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സാരി തന്നെയാണെങ്കിൽ, ഇപ്പോൾ സാരിയുടെ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെ ഏറ്റവും അധികം മനോഹരിയാക്കാൻ സാധിക്കുന്ന ഒരു വസ്ത്രമാണ് സാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ വളരെയധികം വൾഗാരിറ്റിയിലേക്ക് എത്തിക്കാനും സാരിക്ക് കഴിയും. അതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ഉടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഈ സാരിയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അതായത് നമ്മൾ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ഒരു വാക്ക് തന്നെ ആ ഒരു ഉച്ചാരണ ശൈലി അങ്ങ് മാറുമ്പോഴത്തേക്ക് തെറിയാവുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് നമ്മൾ വളരെ ഭവ്യതയോടുകൂടി പൂ പറിക്കാൻ പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന ആ ഒരു പറി എന്ന് പറയുന്ന വാക്കിൽ തെറിയില്ല. നേരെ മറിച്ച് നമ്മൾ വളരെ രൂക്ഷമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പൂ പറിക്കാൻ എന്നുള്ള ആ വാക്കിലെ പറി എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ ആ വരുന്ന വോയിസിൽ വരുന്ന വ്യത്യാസം വെച്ചിട്ട് അത് തെറിയായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സാരിയുടെ കാര്യവും. സാരി രണ്ട് രീതിയിൽ ഉടുക്കാം, മനോഹരമായിട്ടും ഉടുക്കാം, അതുപോലെ തന്നെ ഏറ്റവും അധികം വൾഗാരിറ്റിയിലും സാരി ഉടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകളെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് മാന്യമായിട്ട് വന്നെടുത്ത് പൊങ്കാല ഇട്ട് പോകുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. എന്നാൽ ചില സ്ത്രീകളെങ്കിലും നഗ്നതാ പ്രദർശനം, അതായത് തൻ്റെ പൊങ്കാല ഇടുക എന്ന് മാത്രമല്ല തൻ്റെ ശരീരഭാഗങ്ങൾ മാക്സിമം ജനങ്ങളിലേക്ക് എക്സ്പോസ് ചെയ്ത് കാണിക്കുക. പ്രത്യേകിച്ചും ഇങ്ങനെ വീഡിയോ ഒക്കെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ക്യാമറയൊക്കെ കൊണ്ടുവന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു സ്റ്റൈലിലൊക്കെ നിന്ന് എടുക്കുന്നെങ്കിൽ ഒന്ന് എടുത്തിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറച്ചധികം പെണ്ണുങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതായത് അത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റികളൊക്കെ വന്ന് പൊങ്കാല ഇടുമ്പോൾ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, കുറച്ച് ആളുകളെങ്കിലും ഭക്തിയുടെ പേരിലൊന്നും അല്ല വന്ന് പൊങ്കാല ഇടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് പൊങ്കാല സമർപ്പണമാണ്, നമ്മൾ മനസ്സുകൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പല സെലിബ്രിറ്റികളും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും എല്ലാവരും വന്ന് പൊങ്കാല ഇട്ടു, ഞാനും വന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇട്ടു എന്ന് പറയുന്ന ഒരു ലാഘവത്തോടെ വന്ന് ഇട്ടതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളൊക്കെ പൊങ്കാല ഇടാൻ വരുമ്പോഴത്തേക്ക് കുറച്ചധികം വാഴകൾ എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് പോലും നാണക്കേടാണ്. കാരണം വാഴ എന്ന് പറയുന്ന സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. മനുഷ്യന് ഏറ്റവും അധികം, മനുഷ്യനായാലും അതുപോലെ തന്നെ ജന്തുക്കൾക്കായാലും പക്ഷികൾക്കായാലും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന വാഴയിലുള്ളത്. എന്നാൽ ആ വാഴ എന്ന് പറഞ്ഞ് നമ്മൾ പല മനുഷ്യരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ആ ഒരു വാഴയ്ക്ക് നാണക്കേടാണ്. ശരിക്കും നമ്മൾ ഏതൊരു വിഷയം സംസാരിക്കുമ്പോൾ ഒരാളെ നമ്മൾ വാഴ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നട്ടെല്ലിന് ഉറപ്പില്ല. വാഴയ്ക്ക് പറയത്തക്ക രീതിയിലുള്ള നട്ടെല്ലൊന്നുമില്ല, പോളകളാണ്. കുറച്ചധികം പോളകൾ വിരിഞ്ഞ് മാറ്റി കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ട്യൂബ് മാത്രമേ ഉള്ളൂ, കൈകൊണ്ട് തന്നെ പിടിച്ചൊടിക്കാൻ പറ്റുന്ന ഒരു ട്യൂബ്. അപ്പോൾ ആ ഒരു നട്ടലിന് ബലമില്ലായ്മയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് പലരും വാഴ എന്നുള്ളൊരു വാക്ക് ഉച്ചരിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സ്ത്രീകൾ പൊങ്കാല ഇടുന്ന സമയത്ത് അവര് തിരിയുന്നു, മറിയുന്നു, നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് മുകൾ ഭാഗത്ത് നിന്ന് താഴെ ഭാഗത്തേക്ക് കാണിച്ച് വീഡിയോസ് എടുക്കുന്നു. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ, നാണവും മാനവും അഭിമാനവും ഇല്ലാതെ അത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പണം ഉണ്ടാക്കി നക്കുന്നു. ഇതുപോലെയുള്ള എരപ്പാളിത്തരം കാണിക്കുന്നവന്മാരെയൊക്കെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ശരിക്കും പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില പെണ്ണുങ്ങൾ, എല്ലാവരെയും കാര്യമല്ല കേട്ടോ, ചില സെലിബ്രിറ്റികളെങ്കിലും കാണിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ രഹസ്യമായിട്ട് നമ്മൾ മറച്ചു പിടിക്കേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ മറച്ചു പിടിക്കണം. മാക്സിമം നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ പല സ്ത്രീകളും പറയുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ, അയ്യോ അങ്ങനെ സാരി കിടുന്നത് ഞാൻ കണ്ടില്ല, അയ്യോ അങ്ങനെ ഇരുന്നത് ഞാൻ കണ്ടില്ല എന്നൊക്കെ ചിലരെങ്കിലും പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുമ്പോഴത്തേക്ക് ശരിക്കും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് എങ്ങോട്ട് മാറിക്കിടന്നാലും നമുക്കറിയാൻ സാധിക്കും. അത്ര ബോധമില്ലാതെയൊന്നും അല്ല ഒരു സ്ത്രീയും ഡ്രസ്സ് ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ അധികം സാരിയെ ഉപയോഗിക്കുന്ന ഒരാളല്ല. വല്ലപ്പോഴും മാത്രമാണ് ഞാൻ സാരി യൂസ് ചെയ്യുന്നത്. സാരി ഉപയോഗിക്കാറേ ഇല്ല എന്ന് വേണം പറയാനുള്ളത്. അപ്പോൾ എന്നാൽ പോലും എൻ്റെ സാരി, ഞാൻ ഉടുക്കുന്ന സാരി കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അത് മാറി കിടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഉള്ള സ്ത്രീകളുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, മാക്സിമം താഴോട്ട് വെച്ചങ്ങ് സാരി എടുക്കുക. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് സാരി ഉടുക്കുമ്പോൾ ആ ഒരു ചെസ്റ്റിന്റെ ഭാഗം ഒരു ഭാഗം ഫ്രീ ആയിട്ട് ഇട്ടിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഉടുത്തങ്ങ് പോരുക. അപ്പോൾ പ്രത്യേകിച്ചും ഇതുപോലെ പൊങ്കാലയൊക്കെ ഇടുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ഒക്കെ സാരി ഉടുത്തിട്ട് കുനിയേം തിരിയേം മറിയൊക്കെ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് കാണും. ഒന്നാമത്തെ കാര്യം, ഇവരുടെയൊക്കെ ബ്ലൗസിന്റെയൊക്കെ ആ ഒരു നെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്താണ് ഒരു കൃഷി ചെയ്യാം. ഇവരുടെയൊക്കെ ബ്ലൗസ് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മുതുക് ഭാഗത്തായാലും ഫ്രണ്ട് ഭാഗത്ത് ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ വല്ല വെണ്ടയോ പാവലോ പടവലോ ഒക്കെ പന്തല് കെട്ടി പടർത്താം. അമ്മാതിരി ഗ്യാപ്പിട്ടാണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അത്രയധികം വൾഗാരിറ്റിയിൽ ഉടുപ്പൊക്കെ തച്ച് വെച്ചിട്ട് കുനിയേം തിരിയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പിടുത്തം വിട്ട് ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ഒക്കെ വഴുതി മാറിയും തെന്നി മാറിയൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് ഒരു ക്യാമറയും കൊണ്ട് മുന്നിൽ നിന്ന് പകർത്താനായിട്ട് വരുമ്പോൾ മര്യാദയ്ക്ക് മാറി നിൽക്കടാ എന്ന് പറയാനുള്ളൊരു ആർജവം കൂടി കാണിക്കണം. മനസ്സിലായില്ലേ? ആറ്റുകാൽ പൊങ്കാല പോലുള്ള പവിത്രമായ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ വന്ന് ഇമാതിരി കൂതറ പരിപാടി കാണിക്കുന്ന ഇവന്മാർക്ക് സ്വന്തം അമ്മച്ചി കുളിക്കാൻ കയറുമ്പോൾ അവിടെ ഒരു ക്യാമറ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഒരെണ്ണം കക്കൂസിൽ കൂടി കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. വരുമാനത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഇവന്റെ ഒന്നും മുഖമോ ഒന്നും ഇവർ കാണിക്കുന്നില്ലല്ലോ. ഇവരൊക്കെ വളരെ സേഫ് ആയിട്ടിരുന്നിട്ട് ഇവരുടെ ഒന്നും മുഖവും ഒന്നും കാണിക്കാതെ ഇരുന്നിട്ടാണ് മറ്റുള്ളവരുടേത് എടുത്തിട്ട് ഇങ്ങനെ പണം ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാനൊന്നും പറ്റാത്ത, അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും മിണ്ടാണ്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളൊന്നും അല്ല. നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്ന പെണ്ണുങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പെണ്ണുങ്ങൾ റിയാക്ട് ചെയ്യാതെ നിന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയണമായിരുന്നു, ഞങ്ങൾക്ക് പ്രൈവസി വേണം, ഞങ്ങൾക്ക് പൊങ്കാല ഇടുന്നത്, നമ്മൾ ക്ഷേത്രത്തിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഭഗവതിക്ക് നടത്തുന്ന ആ ഒരു പൊങ്കാല സമർപ്പണമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് വേണം നമ്മളത് അർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് മാറിപ്പോണം നിങ്ങളുടെ ക്യാമറയും കൊണ്ട്. എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് വേണം ഇത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവന്മാരോട് മാറ്റി നിർത്താനുള്ള തൻ്റെ ഇവറ്റകൾക്കൊന്നും ഇല്ലാതെ പോയോ? അപ്പോൾ നിന്ന് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് വൈറലാവുന്നെങ്കിൽ ആവട്ടെ. അത് തന്നെ ഇവരൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഓരോ സ്ഥലത്തും ഇവരെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗമൊക്കെ പുറത്തേക്കിട്ട് എത്രത്തോളം കാണിക്കണമോ അത്രത്തോളം കാണിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കെന്ന് പറഞ്ഞാൽ ഈ പൊങ്കാല സമർപ്പണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പണമല്ല ഇവിടെ നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെയും കാര്യമല്ല, ചില വ്യക്തികളുടെ, ചില വിരലിൽ എണ്ണാവുന്നത്ര ആളുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവർക്ക് ശരിക്കും ഈ ഒരു പൊങ്കാല സമർപ്പണത്തിന്റെ പേരിൽ നടന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ തന്നെയാണ്, അവരുടെ ശരീരത്തിന്റെ പ്രൊമോഷൻ. അതാണ് എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു വായ്നോക്കികളൊക്കെ വന്നിട്ട് ഇതുപോലെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് മാറി നിൽക്കൂ എന്ന് ധൈര്യമായിട്ട് പറയാം. ഇനി അത് പറയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ താഴേക്ക് ഊർന്നു കിടക്കുന്ന ബ്രസ്റ്റിനോട് ചേർന്ന് താഴേക്ക് ഊർന്നു കിടക്കുന്ന സാരിയുടെ ഭാഗം വലിച്ച് മേലോട്ട് വെക്കാം. അതുപോലെ തന്നെ അരക്കെട്ടിനേക്കാൾ താഴേക്ക് കിടക്കുന്ന സാരിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, സാരിയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്കർട്ടുമായിട്ട് ആ ഒരു ഭാഗം പിടിച്ച് മേലോട്ട് ഇത്തിരി കയറ്റി വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും വേണമെങ്കിൽ. പക്ഷെ അതൊന്നും ചെയ്യാതെ എത്രത്തോളം എടുക്കുന്നെങ്കിലും എടുത്തുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് നിന്നിട്ടുള്ള ആളുകളെയും നമുക്കറിയാം. അതുപോലെ തന്നെ പല പെൺകുട്ടികളും വന്നിട്ട് സാരി ഉടുത്തിരിക്കുന്ന ഒരു രീതി എന്തുവാടേ ഇത്? നിങ്ങളൊക്കെ ഒരു ക്ഷേത്രത്തിൽ ഒരു സാരി ഉടുക്കാൻ വരുമ്പോൾ കുറച്ചുകൂടി മാന്യമായിട്ടും ഉടുക്കാം എന്ന് പറയുമ്പോൾ എന്നെ ഇവിടെ തെറി വിളിക്കാനും അമ്മായിയാക്കാനും അമ്മച്ചിയാക്കാനും വേണമെങ്കിൽ അമ്മൂമ്മയാക്കാനും ഒക്കെ ആളുകൾ ഒരുപാട് ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാതെ പിന്നോട്ട് പോവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാരി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, സെലിബ്രിറ്റികൾ മാത്രമല്ല ഉടുക്കുന്നത്, ഇപ്പോൾ എല്ലാവരും ധരിക്കാറുള്ള ഒരു സംഭവം തന്നെയാണ് ഈ സാരി എന്ന് പറയുന്നത്.
താല്പര്യമുള്ളവരൊക്കെ ധരിക്കാറുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരുപാട് പെൺകുട്ടികളെ കാണുന്നതുണ്ട്. സിനിമയും സീരിയലും ഒക്കെ കണ്ടും കേട്ടും ഇപ്പോൾ മിക്ക പെൺകുട്ടികളും സാരി ഉടുക്കുന്നത് എന്തിനാണെന്ന് അവറ്റകൾക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. മിക്ക പെൺകുട്ടികളുടെയും സാരി ഉടുപ്പ് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ, എല്ലാവരുടെയും കാര്യമല്ല, ഒരു 100% എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10% പെണ്ണുങ്ങളെങ്കിലും ബ്രസ്റ്റ് 2 വശവും പുറത്തേക്ക് കാണാം. അതിന്റെ ഒരു ഗ്യാപ്പ് ഭാഗത്തൂടെ കട്ടി കുറഞ്ഞ നൈസ് പ്ലീറ്റിന് എടുത്തങ്ങ് പോകും. അതാണ് ഇപ്പോഴത്തെ സാരി ഉടുപ്പ്. 2 വശവും ഫ്രീ, സൈഡ് ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇപ്പോഴത്തെ സാരി ഉടുപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ വീട്ടിലുള്ള ആളുകൾക്കും ഒരു താല്പര്യവും ഇല്ല. പ്രത്യേകിച്ച് അമ്മച്ചിമാരാണ് മക്കൾക്ക് ഇതിനൊക്കെ സൈഡ് ചേർന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പനാണെങ്കിൽ വാ തുറന്ന് മിണ്ടാനും പറ്റത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല, ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഏത് കുട്ടിയാണോ എന്ന് വെച്ചാൽ ആ ഒരു കുട്ടിയുടെ കാര്യം അതിന്റെ മാതാവിനോട് പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ നന്നായിട്ട് കുട്ടിക്ക് ഒന്ന് വസ്ത്രം ധരിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാതാവ് കുട്ടിയുടെ പക്ഷം ചേർന്നിട്ട് ഈ പറയുന്ന പിതാവിനെ അടിച്ചമർച്ച ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് കരുതിയിട്ട് ഇത് ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറയുന്നതല്ല, അല്ലാതെ പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ പിതാവ് മാറി അയാളുടെ പണിയും നോക്കി അയാൾ എവിടെയെങ്കിലും പോയിരിക്കും. ഇനി ഇതിന്റെ കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഇനി ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ദേഷ്യം കൊണ്ട് 2 മോക്കോ അമ്മച്ചിക്കോ പൊട്ടിച്ചു കഴിഞ്ഞാലോ അങ്ങേരുടെ പേരിൽ കേസുമായി അയാൾ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥയുമാവുന്നു. അതുകൊണ്ട് മിണ്ടാണ്ട് മൂലയ്ക്കിരിക്കും. അതാണ് വൃത്തി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനും മീതെ തോണി എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ നടക്കുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വളരെയധികം ഭംഗിയായിട്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് വന്ന് പൊങ്കാല ഇട്ടിട്ടുള്ള ആളുകളും ഒരുപാടുണ്ട്. സെലിബ്രിറ്റീസുകളാണല്ലോ യുവമാരുടെയൊക്കെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വളരെ മനോഹരമായിട്ട് വന്ന് പൊങ്കാല ഇട്ടിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ പോലും വൃത്തികെട്ട രീതിയിൽ സൂം ചെയ്തൊക്കെ എടുത്ത് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടീരിന്റെ കുറവാണ് ഇവനൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് ഞാനിവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അനുമോളുടെ ഒരു കാര്യം, അത് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അനുമോൾ വളരെ മാന്യമായിട്ടാണ് സാരിയൊക്കെ ധരിച്ചിരിക്കുന്നത്. വലിയ തെറ്റൊന്നും പറയത്തക്ക രീതിയിലൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ആ അനുമോള് പൊങ്കാലയിടുന്ന സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ട് ആ ഒരു കൊച്ചിന്റെ ആ ഒരു വയറിന്റെ ആ ഒരു ഭാഗം, ആ ഒരു സാരി ഉടുത്തിരിക്കുന്ന ആ പൊക്കിൽ കൊടിയുമായിട്ട് ബന്ധിക്കുന്ന ആ ഒരു ഭാഗം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നായിന്റെ മോൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിനെ കുറിച്ച് ഓർക്കുമ്പോഴുണ്ടല്ലോ, എടാ നിനക്ക് നാണമില്ലേ, എടാ നാറി, നീ നിന്റെ അമ്മയുടെ പൊക്കിൽ കൊടി ബന്ധമില്ലേ, നീ നിന്റെ അമ്മയുമായിട്ട് പൊക്കിൽ കൊടി ബന്ധമില്ലേ, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ശരിക്കും നീയൊക്കെ ഈ പെണ്ണുങ്ങളുടെ പൊക്കിൽ കൊടി കാണുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും സൂം ചെയ്തൊക്കെ എടുക്കാനായിട്ട് എന്താണ് നാറി, നിനക്ക് ഭാര്യയൊന്നും ഇല്ലേ? നീ പോയിട്ട് നിനക്കിനി ഭാര്യ ഇല്ലെങ്കിൽ നീ പോയി നിന്റെ അമ്മയോട് പറ ആ ഒരു പൊക്കിൽ കൊടി ഒന്ന് കാണിച്ചു തരാനായിട്ട്. ആ ഒരു അനുമോളുടെ അത്രയധികം കഷ്ടപ്പെട്ട് സൂം ചെയ്തെടുത്തിട്ടിരിക്കുകയാണ് ഈ പരനാറി നായിന്റെ മോൻ. അപ്പൊ ഞാൻ സാധാരണയായിട്ട് വീഡിയോയിലൊന്നും ഇങ്ങനെ പറയുന്നതല്ല, പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആദ്യമേ തന്നെ കുട്ടികൾ ഇത് കാണാനായിട്ട് നിൽക്കരുത് എന്ന് പറഞ്ഞത്. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, വളരെ മാന്യമായ രീതിയിൽ വന്ന് പൊങ്കാല ഇട്ടിട്ടുള്ള പല ആളുകളെയും അനാവശ്യമായിട്ട് തിരിയുന്നതും അറിയുന്നതും ഒക്കെ സൂം ചെയ്തെടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്താ ചെയ്യുക ഇനി? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമാ നടി ചിപ്പി. അവർ എല്ലാ വർഷവും പൊങ്കാല ഇടാനായിട്ട് 1ാം നിരയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്തവണയും അവരുണ്ടായിരുന്നു. അവരെ പൊങ്കാല ഇടാൻ പോലും അനുവദിക്കാതെ, അത് ഒരെണ്ണമൊന്നുമല്ല, ഒരു 100,000 ക്യാമറകളും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തുണ്ടാക്കാനാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 100,000 ആളുകൾ മൊബൈൽ ഫോൺ കൊണ്ട് നിൽക്കുന്നവരങ്ങനെ, അല്ലാതെ വലിയ ക്യാമറയൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെ. ഒടുവിൽ ഒരു ചേച്ചി, എനിക്ക് ആ ചേച്ചി ആരാണെന്ന് അറിയില്ല, കണ്ടിട്ടുള്ളത് പോലെ ഇരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആളാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവർ ഇവന്മാർക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇവരുടെ ആ ഒരു തിരക്ക് കാരണം കലം വരെ പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ ഒരു ചേച്ചി ഇവന്മാർക്കിട്ട് കൊടുക്കുന്നതൊന്ന് കണ്ടിട്ട് വരാം. വിളിക്കും ഞങ്ങള്. കാരണം ഇത്ര നേരം എത്ര മര്യാദയ്ക്ക് നിന്നു. അവർ വന്നപ്പോ തൊട്ട് അവർക്ക് സ്വൈര്യം കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എന്തൊരു മര്യാദ? കാരണം ഞങ്ങളുടെ കാലം പൊട്ടി ഇനി മര്യാദയ്ക്ക് തന്നെ മുട്ട വെള്ളം ഉണ്ടാകും. എടുത്ത് മാറ്റിക്കേ, മതി, ചാനലുകാരൊക്കെ പോയി മതി 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 നിർത്തിക്കേ, മതി. ശല്യം ചെയ്ത് ഇത്ര നേരം അവർ മര്യാദയ്ക്ക് സംസാരിച്ചു. ഇനി നടക്കത്തില്ല. ഇനി പറ്റത്തില്ല. ഇനി ബാക്കി കാലം കൂടെ പൊട്ടാൻ പറ്റത്തില്ല. ഞാനിവിടെ നിൽക്കും. പ്രശ്നം ഉണ്ടാക്കും. പോയെ ആരും മതി, ചാനൽ മതി, പോയെ. പോലീസിനെ വിളിക്കും ഞങ്ങള്. കാരണം ഇത്ര നേരം എത്ര മര്യാദയ്ക്ക് നിന്നു. അവർ വന്നപ്പോ തൊട്ട് അവർക്ക് സ്വൈര്യം കൊടുക്കുന്നുണ്ടോ? ഈ
ഒരു ചേച്ചിക്ക് എൻ്റെ വക ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ശരിക്കും യുവമാരെയൊക്കെ ഇങ്ങനെ വേണം കൈകാര്യം ചെയ്യാനായിട്ടുള്ളത്. നടി ചിപ്പിയെ നമുക്ക് നന്നായിട്ട് അറിയാം. അവർ ആവശ്യത്തിന് മാത്രമേ എല്ലാവരോടും സംസാരിക്കാറുള്ളൂ. എന്നാൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും സംസാരിക്കുന്ന വളരെയധികം ലാളിത്യം നിറഞ്ഞ ഒരു സെലിബ്രിറ്റി തന്നെയാണ് ചിപ്പി. പക്ഷേ അവർ എല്ലാ തവണയും ഇതുപോലെ പൊങ്കാല ഇടാൻ വരുന്നു. പക്ഷേ ഈ ഒരു ക്യാമറയും കൊണ്ട് നിൽക്കുന്ന വാഴകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഇവരൊന്നും അല്ല സെലിബ്രിറ്റി. ആ ഒരു ശ്രീകോവിലിനുള്ളിലുണ്ട് ഒരു സെലിബ്രിറ്റി. ആ ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ നിങ്ങൾ വാനോളം സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് തലയിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഇവര് പോലും വന്ന് നിന്ന് എരിപ്പൊരി വെയിലത്ത് കഷ്ടപ്പെട്ട് വെള്ളം പോലും കുടിക്കാതെ നിന്ന് പൊങ്കാല അർപ്പിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? അതായത് ഈ നടു റോഡിൽ പോലും ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ച് നിന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് തീയിലും പുകയിലും നിന്ന് പൊങ്കാല ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നീയൊക്കെ വന്ന് ഈ ഇതുപോലെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ ഓരോരുത്തികളെ. അപ്പൊ ഇവറ്റകളെ കാണാൻ വേണ്ടിയിട്ടല്ല ഈ ജനങ്ങൾ വന്ന് ഇത്രയധികം കഷ്ടപ്പെടുന്നത്. ആ ഒരു ശ്രീകോവിലിനുള്ളിൽ ആറ്റുകാലമ്മ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സെലിബ്രിറ്റി ഇരിപ്പുണ്ട്. ആ ഒരു സെലിബ്രിറ്റിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് സർക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി അടുത്ത വർഷമെങ്കിലും ഈ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുന്ന പരമചെറ്റകളെ അവിടെ നിന്നും തുരത്തി ഓടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പൂർണ്ണമായും പൊങ്കാല ഇടുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിരോധിച്ചിരിക്കണം. എന്തായാലും ആ ഒരു ദിവസം ഇവർക്ക് ശരിക്കും മനസമാധാനത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിക്കാനോ, അവർ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സങ്കല്പത്തോടു കൂടി ഇന്നത് ഞാൻ ചെയ്തേക്കാം എന്നുള്ള ആ ഒരു ധാരണയിലൊക്കെ ആയിരിക്കും വന്ന് നേർച്ചയായിട്ട് പൊങ്കാലയൊക്കെ അർപ്പിക്കുന്നത്. പക്ഷെ അത്തരത്തിൽ പോലും ആർക്കും പൊങ്കാല അർപ്പിക്കാനായിട്ട് സാധിക്കില്ല. കാരണം മനസ്സൊന്ന് മനസ്സിലുള്ള ഒരു കാര്യം പ്രാർത്ഥിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഭഗവതിയോട് പറയണം എന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്നൊന്ന് പറയുന്നതിനോ ഒന്നും സാധിക്കുകയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതിനോ. ഞാനൊക്കെ പൊങ്കാല ഇടാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് ഞാനൊക്കെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ, അതല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രി നാരായണ. ഞാനിങ്ങനെ പൊങ്കാല ഇടാൻ എപ്പോൾ പോയാലും എവിടെ പോയി കഴിഞ്ഞാലും അത് തീരുന്നത് വരെ, പൊങ്കാല നേദിച്ച് തീർന്ന് എല്ലാം മറക്കി കെട്ടുന്നത് വരെ ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഇടയ്ക്കൊന്നും അങ്ങനെ വെള്ളം പോലും കുടിക്കത്തില്ല. വെള്ളമൊക്കെ ചിലപ്പോൾ കൊണ്ടുവരും പൊങ്കാല സമയത്തൊക്കെ. പക്ഷെ ഞാൻ വെള്ളമൊന്നും കുടിക്കാറില്ല. ആ ഒരു സമയം വരെ ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക. അതെന്റെ ശീലമാണ്. ഇപ്പം ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങുന്നത് വരെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഒരു ചിട്ടയെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അവരും സെലിബ്രിറ്റി ആണെങ്കിലും അവരുടെ ഉള്ളിലും പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇതിങ്ങനെ കോപ്പിലെ ക്യാമറയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് ദേവിയോട് പറയാനുള്ളത് അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എന്തായാലും കഷ്ടമെന്നല്ലാതെ എന്താ പറയേണ്ടത്? ഇത്രയധികം അധപ്പതിച്ച് പോയല്ലോ. ശരിക്കും ഇത് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ട ഒരു സ്വഭാവമായി പോയി ഇവൻ കാണിച്ചിട്ടുള്ളത്. ഏത് പരമചെറ്റ തെണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളതെങ്കിലും ശരിക്കും നീയൊക്കെ കുടിച്ചതല്ലേടാ. നീയൊക്കെ നിന്റെ അമ്മയുടെയൊക്കെ എത്ര നാൾ കുടിച്ചിട്ടുണ്ടാവും? ശരിക്കും നീയൊക്കെ ജനിച്ച് വീണ സമയത്ത് നിന്റെ അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ നീ അത് ഒരു 2 വയസ്സ് വരെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 1 വയസ്സ് വരെയെങ്കിലും കുടിച്ചിട്ടുണ്ടാവുമല്ലോ. ആ നിനക്കൊക്കെയാണോ മറ്റു സ്ത്രീകൾക്കുള്ള ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയധികം ഇളക്കം ഉണ്ടാവുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടലുണ്ടാവും. പിന്നെ ശ്വാസം മുട്ടലുണ്ടായി പിന്നീട് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും നല്ലത് എനിക്ക് പറയാനുള്ളത് അങ്ങ് തുറന്ന് പറയുന്നതല്ലേ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.